പരിശോധിച്ചാൽ ഏറ്റവും അധികം അലോക്കേഷൻസ് ലഭിക്കുന്ന സെഗ്മെന്റാണ് ഡിഫൻസ് മേഖല. 2014 ബജറ്റിൽ ഡിഫൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം 49% ഉയർത്തി ചരിത്രപരമായ നീക്കമാണ് ആദ്യ മോദി സർക്കാർ കൈക്കൊണ്ടത്. Currently, we permit 26% FDI in defense manufacturing. The composite cap of foreign exchange is being raised to 49% with full management control, Indian management and control through the FIPB route. ഇന്ത്യൻ പ്രതിരോധ കയറ്റുമതി മോദി സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം 10 മടങ്ങ് വർദ്ധിച്ച ഏകദേശം 16,000 കോടി രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തി. ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്കൊപ്പം പ്രതിരോധ മേഖലയ്ക്ക് ഡിമാൻഡ് വളരാനുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രതിരോധ കയറ്റുമതി 2023 സാമ്പത്തിക വർഷത്തിൽ 5 വർഷത്തിനിടെ 240% ഉയർന്ന 15,918.16 കോടി രൂപയായി. കൂട്ടായ പരിശ്രമങ്ങളുടെ ഫലമായി ഇന്ത്യ ഇപ്പോൾ 85-ലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയും ചെയ്യുന്നു. പ്രതിരോധ കയറ്റുമതി 2023-24 സാമ്പത്തിക വർഷത്തിൽ $2.63 ബില്യൺ ആണ്. 2024-25 ഇന്ററിം ബജറ്റിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് 23,855 കോടി രൂപ അനുവദിച്ചു. സാമ്പത്തിക വികസനത്തിന് വേണ്ടി രൂപീകരിച്ച ആത്മനിർഭർ ഭാരത് ഇനിഷ്യേറ്റീവിന് കീഴിൽ പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. 2024-25 ഇന്ററിം ബജറ്റിൽ 45.5% ഡിഫൻസ് സർവീസസിലും 27.7% പ്രതിരോധ സേവനങ്ങളിലും 22.7% ഡിഫൻസ് പെൻഷനിലും 4.1% മിനിസ്ട്രി ഓഫ് ഡിഫൻസിലും ഫണ്ട് വകയിരുത്തി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ്, മെസഗോൺ ഡോക്ക്, കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നിവയാണ് പ്രധാന ഡിഫൻസ് മേഖലയിലെ കമ്പനികൾ. ഇന്ത്യൻ സൈന്യത്തിന് ട്രക്കുകൾ വിതരണം ചെയ്യുന്നതിൽ അശോക് ലെയ്ലൻഡ് ആദ്യ 50 സ്ഥാനങ്ങളിൽ ഇടം നേടിയ ഏക കമ്പനിയുമാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് 194 പ്രതിരോധ സ്റ്റാർട്ടപ്പുകളാണുള്ളത്. 2025 പ്രതിരോധ ഉൽപാദനം 1.75 ലക്ഷം കോടി രൂപയും 35,000 കോടി രൂപയുടെ കയറ്റുമതിയും ലക്ഷ്യമിടുന്നുണ്ട്. കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത കഴിവുകളും വികസിപ്പിക്കുന്നു. ഡിഫൻസ് ഓഹരികളുടെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ സ്വപ്നതുല്യമായ നേട്ടമാണ് നിക്ഷേപകർക്ക് നൽകിയത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് 1527% നേട്ടം നൽകി. ഭാരത് ഇലക്ട്രോണിക്സിന്റെ ഓഹരികൾ 837.77% കുതിപ്പും നടത്തി. മസഗോൺ ഡോക്ക് ആവട്ടെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 3203.69% മുന്നേറ്റമാണ് പ്രകടമാക്കിയത്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഓഹരികൾ 1411.11% നേട്ടവും നൽകി. ഭാരത് ഡൈനാമിക്സ് 1008.37% കുതിപ്പാണ് പ്രകടമാക്കിയത്. ഇന്ത്യൻ GDPയുടെ സിംഹഭാഗവും സംഭാവന ചെയ്യുന്ന ആഗോളതലത്തിൽ വ്യക്തമായ സാന്നിധ്യം ഉറപ്പിച്ച മേഖലയാണ് ഇന്ത്യൻ IT ആൻഡ് സർവീസ്. അടുത്ത വർഷത്തോടെ 10% വളർച്ചയോടെ സോഫ്റ്റ്വെയർ ആൻഡ് പ്രൊഡക്റ്റ് ഇൻഡസ്ട്രിയിൽ 100 ബില്യണിൽ എത്തുമെന്നാണ് അനുമാനം. ഇന്ത്യയുടെ പബ്ലിക് ക്ലൗഡ് സേവന വിപണി 2027ഓടെ $17.8 ബില്യൺ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. IT ഹാർഡ്വെയർ PLI സ്കീമിന്റെ വിജയകരമായ മുന്നേറ്റവും അതിലൂടെയുള്ള വളർച്ചയും മേഖലയ്ക്ക് കരുത്തു പകരും. അതോടൊപ്പം തൊഴിൽ വിപണിയിൽ ശക്തമായ സംഭാവനയും സമ്പദ് വ്യവസ്ഥയ്ക്ക് പിന്തുണ നൽകുന്നു. यानी लैपटॉप, सर्वर्स, पर्सनल कंप्यूटर्स और एक नए तरह के कंप्यूटिंग यूनिट्स आ रहे हैं जो कि एज कंप्यूटिंग में जिनका उपयोग खूब होगा. इन सब के लिए आज एक माननीय प्रधानमंत्री जी ने यूनियन कैबिनेट में PLI फॉर IT हार्डवेयर अप्रूव की है. 2030 IT മേഖലയുടെ മൊത്ത വരുമാനം $500 ബില്യൺ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുകൂല ബിസിനസ് സാഹചര്യങ്ങൾ കൊണ്ട് മേഖലയിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം ഒഴുകിയെത്തി. ഓൺലൈൻ ഗെയിമുകളുടെ കാര്യത്തിലുള്ള നികുതി നയം സെക്ടറിന് നിർണായകമാണ്. സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കൂടുതൽ നടപടികളും ഒപ്പം AI ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടത്താനുള്ള നടപടികളുമാണ് ബജറ്റിൽ നിന്നും ഈ രംഗത്ത് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞൊരു ദശകത്തിൽ അഭൂതപൂർവമായ വളർച്ചയാണ് IT ഭീമന്മാർ നടത്തിയത്. TCS നിക്ഷേപകർക്ക് നൽകിയത് 2 മടങ്ങ് ലാഭമാണ്. ഇൻഫോസിസ് 300%-ലധികം ലാഭം നൽകി കൊടുത്തു. വിപ്രോയിലേക്ക് വരുമ്പോൾ 200% നേട്ടവും നൽകിയിട്ടുണ്ട്. IT ഓഹരികളുടെ പ്രകടനം വിലയിരുത്തിയാൽ HCL ടെക് 205.06% നേട്ടം നൽകിയപ്പോൾ കഫോജന്റെ ഓഹരികൾ 200.77% നേട്ടവും നൽകി. പെർസിസ്റ്റന്റിന്റെ ഓഹരികൾ 1440.94% നേട്ടവും നൽകി.
ഒരു കാലത്ത് കെടുകാര്യസ്ഥതയുടെ പ്രതീകമായിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും പൊതുമേഖലാ ബാങ്കുകൾ. സ്വകാര്യവൽക്കരണത്തിലൂടെ നിരവധി പ്രൈവറ്റ് ബാങ്കുകൾ ഈ രംഗത്തേക്ക് കടന്നു വന്നെങ്കിലും കോമ്പറ്റീറ്റീവ്നെസ് വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ ബാങ്കുകൾ തയ്യാറായില്ല എന്നത് ചരിത്രം സൂചിപ്പിക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ പ്രൗഢിയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതായിരുന്നു ആദ്യ NDA സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. അതിനായി അവർ ആദ്യം സ്വീകരിച്ചത് പൊതുമേഖലാ ബാങ്കുകളുടെ പുനർജീവനത്തിന് ആവശ്യമായ നടപടികളാണ്. Financial stability is the foundation of a rapid recovery. Our banking system needs to be further strengthened. To be in line with the Basel III norms, there is a requirement to infuse 2,40,000 crores rupees as equity by 2018 in our banks. 2014 ബജറ്റിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലേക്ക് ദീർഘകാല വായ്പകൾ നൽകുന്നതിന് ബാങ്കുകളെ പ്രോത്സാഹിപ്പിക്കാനും ഒപ്പം ഇതിനാവശ്യമായ ഫണ്ട് സമാഹരിക്കാനുള്ള അനുമതിയും ബാങ്കുകൾക്ക് നൽകി. ചെറുകിട ബാങ്കുകൾക്കും മറ്റ് വ്യത്യസ്ത ബാങ്കുകൾക്കും ലൈസൻസ് നൽകുന്നതിന് ഒരു ഫ്രെയിംവർക്ക് സൃഷ്ടിക്കാൻ RBIയോട് ആവശ്യപ്പെട്ടു. ഈ നടപടികളോടെ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ബാങ്കിംഗ് മേഖലയിൽ ഉണ്ടായത്. ഉദാഹരണത്തിന് നിലവിൽ 11 സ്മോൾ ഫിനാൻസ് ബാങ്കുകളാണ് 2014 ശേഷം ലൈസൻസ് നേടി പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചത്. ഇതോടെ ബാങ്കിംഗ് സേവനങ്ങൾ അടിസ്ഥാന വിഭാഗത്തിലേക്ക് എത്തിത്തുടങ്ങി. പൊതുമേഖലാ ബാങ്കുകൾ നേരിട്ട പ്രധാന പ്രതിസന്ധിയായിരുന്നു കിട്ടാക്കടം. ഇതിനു പരിഹാരമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്. സമഗ്രമായ ഈ പദ്ധതിയിലൂടെ ബാങ്കുകളുടെ കിട്ടാക്കടം ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിച്ചു. 2016 നോട്ട് നിരോധനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ പ്രതികൂലമായാണ് ബാധിച്ചത്. We have decided that the 500 rupee and 1000 rupee currency notes presently in use will no longer be legal. എന്നാൽ ആ നടപടിയുടെ ഒരു പരോക്ഷ ഗുണഭോക്താവായി മാറിയത് ബാങ്കിംഗ് സെക്ടർ തന്നെയായിരുന്നു. ആ നടപടിയോടെയാണ് ബാങ്കിംഗ് സെക്ടറിലെ ഡിജിറ്റലൈസേഷൻ ജനപ്രീതി ആർജിച്ചത്. ബാങ്കിംഗ് സേവനങ്ങൾ വിരൽ തുമ്പിൽ എന്ന ആശയം നടപ്പിലാക്കി. 2019 ബജറ്റിൽ പൊതുമേഖലാ ബാങ്കുകൾക്കായി 70,000 കോടി രൂപയാണ് റീക്യാപിറ്റലൈസേഷനായി അനുവദിച്ചത്. ഒപ്പം ബാങ്കുകളെ സ്വകാര്യവൽക്കരിച്ചും സംയോജിപ്പിച്ചും കൂടുതൽ കോമ്പറ്റീറ്റീവ് ആക്കി മാറ്റി. ഇതോടെ ബാങ്കുകളുടെ ആസ്തി ഗുണനിലവാരം ഉയരുകയും ആരോഗ്യകരമായ ബാങ്കിംഗ് സിസ്റ്റം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ബജറ്റിൽ മേഖലയ്ക്ക് കാര്യമായ അലോക്കേഷൻസ് നൽകിയിരുന്നില്ല. നിലവിൽ ബാങ്കുകളുടെ സാമ്പത്തിക സ്ഥിതി ആരോഗ്യകരമാണെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ഈ ബജറ്റിൽ പൊതുമേഖലാ ബാങ്കുകളിൽ കൂടുതൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായി ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949, ബാങ്കിംഗ് കമ്പനീസ് ആക്ട് 1970 ആൻഡ് ബാങ്കിംഗ് കമ്പനീസ് ആക്ട് 1980 എന്നിവയിൽ ഭേദഗതി കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓഹരി വിപണിയിലേക്ക് നോക്കുമ്പോൾ ബജറ്റിനോടനുബന്ധിച്ച് ബാങ്കിംഗ് ഓഹരികളിൽ മാറ്റം ഉണ്ടാകുന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. സർക്കാരിന്റെ നയങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനം പരോക്ഷമായി ബാങ്കിംഗ് മേഖലയെ ബാധിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ കൂടുതൽ വകയിരുത്തൽ വരുമ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് കൂടുതൽ ഫണ്ട് ആവശ്യമായി വരും. ഇത് ബാങ്കുകൾ നൽകുന്ന വായ്പകളിൽ വർധനവുണ്ടാക്കുന്നു. സർക്കാരിന്റെ മൂലധന ചെലവ് വർദ്ധിക്കുന്നത് കൂടുതൽ വായ്പകൾ നൽകാൻ ബാങ്കുകളെ പ്രോത്സാഹിപ്പിക്കും. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ പൊതുമേഖലാ ബാങ്കുകളുടെ റിട്ടേണിൽ കാര്യമായ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും മികച്ച റിട്ടേൺ നൽകിയ ചില ഓഹരികളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. ഇന്ത്യൻ ബാങ്ക് കഴിഞ്ഞ 5 വർഷ കാലയളവിൽ 130.75% റിട്ടേൺ ആണ് നൽകിയത്. SBI ഓഹരികളാകട്ടെ 136% വർധനവും രേഖപ്പെടുത്തി. കനറ ബാങ്കിന്റെ ഓഹരികൾ 98.22% നേട്ടം നിക്ഷേപകർക്ക് നൽകി. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഓഹരികൾ 56.15% മുന്നേറ്റവും പ്രകടമാക്കി. യൂണിയൻ ബാങ്കിന്റെ ഓഹരികളാകട്ടെ 73%-ലധികം കുതിപ്പാണ് രേഖപ്പെടുത്തിയത്. ആഗോളതലത്തിൽ ജനറിക് മരുന്നുകളുടെ ഏറ്റവും വലിയ ദാതാവാണ് ഇന്ത്യ. കഴിഞ്ഞ 9 വർഷമായി 9.43% CAGR-ൽ വളരുന്ന വ്യവസായമായി ഈ മേഖല മാറി. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായം നിലവിൽ വോളിയം അനുസരിച്ച് ഉൽപാദനത്തിൽ 3ാം സ്ഥാനത്താണുള്ളത്. കൂടാതെ USFDA അനുസരിക്കുന്ന ഏറ്റവും കൂടുതൽ ഫാർമസ്യൂട്ടിക്കൽ നിർമ്മാണ സൗകര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ആഗോളതലത്തിൽ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് അഥവാ API വിപണിയുടെ ഏകദേശം 8% സംഭാവന ചെയ്യുന്ന 500 API നിർമ്മാതാക്കളും ഇന്ത്യയിൽ നിന്നാണ്. ഈ മേഖലയുടെ വളർച്ച മനസ്സിലാക്കി തരുന്ന മറ്റൊരു വസ്തുത, വിവിധ വാക്സിനുകളുടെ ആഗോള ഡിമാൻഡിന്റെ 50%, US-ലെ ജനറിക് ഡിമാൻഡിന്റെ 40%, UK-യിലെ എല്ലാ മരുന്നുകളുടെയും 25% എന്നിവ
ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മേഖലയാണ് നൽകുന്നത് എന്നതാണ്. മോദി സർക്കാരിന്റെ ബജറ്റ് അലൊക്കേഷൻ സെക്ടേഴ്സിലേക്ക് നോക്കുമ്പോൾ ഫാർമ മേഖലയുടെ വകയിരുത്തൽ തുടർച്ചയായി മെച്ചപ്പെടുന്നതായി കാണാൻ സാധിക്കും. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ 2019 കൊറോണ പാൻഡമിക്കിന് ശേഷം ഏറ്റവും അധികം ബൂം ഉണ്ടായ മേഖലകളിലൊന്നാണ് ഹെൽത്ത് കെയർ ആൻഡ് ഫാർമ. കയറ്റുമതിയിൽ ഉൾപ്പെടെ റെക്കോർഡ് നേട്ടം കൈവരിക്കാനും മേഖലയ്ക്ക് സാധിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണിത്. ഇന്ത്യയെ ഇന്നൊവേഷൻ ഹബ്ബാക്കി മാറ്റാൻ സർക്കാർ ലക്ഷ്യമിടുന്നതിനാൽ തന്നെ ഇത്തവണയും ഫാർമ മേഖലയ്ക്ക് ഉയർന്ന വിഹിതം വകയിരുത്താനുള്ള സാധ്യതകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2023-24 യൂണിയൻ ബജറ്റിൽ GDPയുടെ 3.02% അതായത് 89,155 കോടിയാണ് മേഖലയ്ക്കായി അനുവദിച്ചത്. ഫാർമസ്യൂട്ടിക്കൽസിൽ ഗവേഷണവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കൽ, ആസിഡ് ഗ്രേഡ് ഫ്ലൂറോസ്പെയറിന്റെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 5% നിന്ന് 2.5% കുറയ്ക്കൽ തുടങ്ങിയവയ്ക്കായിരുന്നു സർക്കാർ അന്ന് ഊന്നൽ നൽകിയത്. ഇതിന്റെ പ്രധാന ഗുണഭോക്താക്കളാകട്ടെ ടാർസൻസ് പ്രൊഡക്റ്റ്, ബൊറോസൽ ലിമിറ്റഡ്, സൺ ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ്, സിഞ്ചിൻ ഇന്റർനാഷണൽ, സ്യുവൻ ലൈഫ് സയൻസ് എന്നീ കമ്പനികളും. കൂടാതെ കെമിക്കൽ സെഗ്മെന്റിൽ നിന്നും SRF, നവീൻ ഫ്ലൂറൈൻ, ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ് എന്നിവയും ഗുണഭോക്താക്കളായി. 2047 $400 മുതൽ $450 ബില്യൺ വിപണിയിൽ എത്താൻ സാധ്യതയുള്ളതിനാൽ മേഖലയിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് സർക്കാർ ഇപ്പോൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ വികസനത്തിന് 2025 സാമ്പത്തിക വർഷത്തിലെ ആകെ ചെലവ് 1300 കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മെഡിക്കൽ ഡിവൈസ് പാർക്കുകളുടെ പ്രോത്സാഹനമാകട്ടെ 150 കോടിയാക്കിയും സർക്കാർ ഉയർത്തി. 2022-23 ബജറ്റിൽ ദേശീയ ആരോഗ്യ ദൗത്യത്തിന് 37,000 കോടി രൂപ അനുവദിച്ചു. മരുന്നുകളുടെയും ഫാർമസ്യൂട്ടിക്കലുകളുടെ കയറ്റുമതി ഈ കാലയളവിൽ 9.7% ശക്തമായ വളർച്ച രേഖപ്പെടുത്തി. 2024 ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയുടെ കയറ്റുമതി 7.36% വർദ്ധിച്ച് $2.43 ബില്യൺ അങ്ങനെ നിരന്തരം ഈ സെക്ടർ വളർച്ചയുടെ പാതയിൽ തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടർച്ചയായ 7ാം ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഫാർമ മേഖലയുടെ പ്രതീക്ഷകളും വളരെ വലുതാണ്. മേഖലയിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെഗ്മെന്റിന് നികുതി ഇളവുകളാണ് പ്രധാനമായും കമ്പനികൾ പ്രതീക്ഷിക്കുന്നത്. മേഖലയിലെ വികസനത്തിന് ഡയഗ്നോസ്റ്റിക് സർവീസസിന് 0% GSTയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഗുണനിലവാരമുള്ളതും താരതമ്യേന ചിലവ് കുറഞ്ഞതുമായ മരുന്നുകളുടെ ലഭ്യത തുടർന്നും ഉറപ്പാക്കേണ്ടതും സർക്കാർ പരിഗണനയിലാണ്. നൂതന ചികിത്സാ രീതികൾ വികസിപ്പിക്കുന്നതിനായി കൃത്യമായ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഫ്രെയിംവർക്കും രാജ്യത്ത് നടപ്പിലാക്കേണ്ടതുണ്ട്. ഇതിന് ആവശ്യമായ നടപടികളും പ്രതീക്ഷയിലാണ്. 2023 ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് ശേഷം ലിസ്റ്റഡ് സ്പേസിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ പ്രകടനം വിലയിരുത്തിയാൽ മികച്ച നേട്ടം നൽകിയിട്ടുണ്ട് എന്ന് കാണാം. നിഫ്റ്റി 50യിൽ 24.11% വെയിറ്റേജ് ഉള്ള സൺഫാർമയെ സംബന്ധിച്ചിടത്തോളം 53.55% നേട്ടമാണ് 2023 ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം നൽകിയിരിക്കുന്നത്. ബജറ്റിന് പുറമെ ഒട്ടനവധി അനുകൂല ഘടകങ്ങൾ തുണച്ച ഈ മേഖലയിലെ ടോപ്പ് പെർഫോമൻസ് ആയി നിലകൊള്ളുന്ന മറ്റ് സ്റ്റോക്കുകളിലേക്ക് കൂടി നോക്കാം. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ആണ് നേട്ടം നൽകിയതിൽ പ്രധാനി. 54.42% നേട്ടമാണ് നൽകിയത്. ചെറുതും വലുതുമായ കമ്പനികളിൽ മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയ കമ്പനികളും നിരവധിയാണ്. ഗ്ലെൻമാർക്ക് ഫാർമ നൽകിയ നേട്ടം 261.51%. ലുപിന്റെ ഓഹരികളാകട്ടെ 143.69% നേട്ടവും രേഖപ്പെടുത്തി. ടൊറന്റ് ഫാർമയുടെ ഓഹരികളാകട്ടെ 92% നേട്ടവും നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട്. പ്രതീക്ഷകളേറെയുള്ള ബജറ്റിൽ പുതിയ മേഖലകളെ കൂടി മുൻനിരയിലേക്ക് എത്തിക്കാനുള്ള സർപ്രൈസിംഗ് എലമെന്റ്സ് ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനാണോ അതോ രാജ്യത്തിന്റെ ലോങ് ടേം ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനാണോ സർക്കാരിന്റെ ഊന്നലെന്ന് കാത്തിരുന്നു കാണാം. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസുമായി പോസ്റ്റ് ബജറ്റ് അനാലിസിസിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.